കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് 12 അക്കൗണ്ടൻസിയിലെ പുതിയൊരു ചാപ്റ്ററാണ് ചാപ്റ്റർ 3 റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. പാർട്ട്ണർഷിപ്പിൻ്റെ റീകോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പാഠമാണ്. പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെ പുനഃസംഘടന, പുതിയ പങ്കാളിയുടെ പ്രവേശനം. ഈ പാഠത്തിൻ്റെ ഒന്നാമത്തെ പാർട്ടിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫോം, ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെ പുനഃസംഘടന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Any change in the existing agreement amounts to reconstitution of the partnership firm. നമുക്കറിയാം, ഒരു പാർട്ട്ണർഷിപ്പ് നിലവിൽ വരുന്നത് തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിനെ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അവിടെ സ്ഥാപനം പുനഃസംഘടിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. ഇറ്റ് ഈസ് കോൾഡ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം, പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെ പുനഃസംഘടന. ഒരു പങ്കാളിത്ത സ്ഥാപനം പുനഃസംഘടിപ്പിക്കേണ്ടി വരുന്നത് എപ്പോഴാണോ കരാറിൽ മാറ്റമുണ്ടാകുന്നത്, പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻറ്റിൽ എപ്പോൾ മാറ്റം വരുന്നോ ആ സമയത്ത് പങ്കാളിത്ത സ്ഥാപനം പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. ദിസ് റിസൾട്ട്സ് ഇൻ ആൻ എൻഡ് ഓഫ് ദ എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ആൻഡ് എ ന്യൂ എഗ്രിമെൻറ്റ് കമ്മിങ് ടു ബീങ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായി പുതിയൊരു എഗ്രിമെൻറ്റ് നിലവിൽ വരികയും പഴയ എഗ്രിമെൻറ്റ് റദ്ദാക്കപ്പെടുകയും ചെയ്യും. തുടർന്ന് ആ പുതിയ എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലാണ് ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഹിയർ ദ ഫേം കണ്ടിന്യൂസ് വിത്ത് ദ സെയിം ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അവിടെ സ്ഥാപനം ബിസിനസ് തുടരുന്നു. പങ്കാളിത്ത കരാറിലെ ചില വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുകയും സ്ഥാപനം പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നു. അതേ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. സെയിം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉപയോഗിച്ചാണ് അവിടെ അക്കൗണ്ടിങ് നിർവഹിക്കുന്നത്. ദ റീകോൺസ്റ്റിറ്റ്യൂഷൻ മേ ടേക്ക് പ്ലേസ് ബൈ വേ ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, ഡെത്ത് ഓർ ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ. അങ്ങനെ പല സാഹചര്യങ്ങളിലും ഒരു പങ്കാളിത്ത സ്ഥാപനം പുനഃസംഘടിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. അത് ചിലപ്പോൾ ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതിന് ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിലവിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുന്നതിന് കൊണ്ടാവാം, അല്ലെങ്കിൽ നിലവിലുള്ളൊരു പാർട്ട്ണർ സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കുന്നു, റിട്ടയർ ചെയ്യുന്നതുകൊണ്ടാവാം. അതുമല്ലെങ്കിൽ ദ ഡെത്ത് ഓർ ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ, ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരണപ്പെടുന്നു, അല്ലെങ്കിൽ അയാൾ പാപ്പരായി മാറുന്നു, തങ്ങളുടെ കടങ്ങൾ വീട്ടാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിലാണ് നമുക്കറിയാം ഒരാളെ കോടതി ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്, പാപ്പരായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചാലും അവിടെ അയാൾക്ക് ആ ബിസിനസ്സിൻ്റെ പാർട്ട്ണറായിട്ട് തുടരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ബിസിനസ് സ്ഥാപനം പുനഃസംഘടിപ്പിക്കേണ്ടതായിട്ട് വരും. സ്ഥാപനം ബിസിനസ് അവസാനിപ്പിക്കേണ്ടതില്ല, എന്നാൽ ആ പാർട്ട്ണറെ ബിസിനസ്സിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് അവിടെ സ്ഥാപനം പുനഃസംഘടിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു സ്ഥാപനം, ഒരു പാർട്ട്ണർഷിപ്പ് ഫോം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സ്ഥാപനം പുനഃസംഘടിപ്പിക്കുക എന്ന് പറയുന്നത് കരാറിൽ മാറ്റം വരികയും പുതിയൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ബിസിനസ് തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അവിടെ സ്ഥാപനം അടച്ചുപൂട്ടേണ്ട ആവശ്യമില്ല. എന്നാൽ എഗ്രിമെൻറ്റിൽ മാറ്റം വരുന്നത് കൊണ്ട് അവിടെ സ്ഥാപനം പുനഃസംഘടിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നു. സെയിം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ പുതിയൊരു എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ അവിടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നു. ആ പുതിയ ഒരു എഗ്രിമെൻറ്റ് പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളതാണ് അവിടെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പുനഃസംഘടനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫോർ? ഏതൊക്കെ രീതിയിൽ അവിടെ പുനഃസംഘടന നടക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? നമുക്ക് വിശദമായിട്ട് കാണാം. ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെ പുനഃസംഘടനാ രീതികൾ ഏതൊക്കെയാണ്? മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫോം. ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒരു പങ്കാളിത്ത സ്ഥാപനം പുനഃസംഘടിപ്പിക്കേണ്ടതായിട്ട് വരുന്നു? നമ്മൾ ഈ പാഠപുസ്തകത്തിൽ പ്രധാനപ്പെട്ട 4 സാഹചര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. ഓൾറെഡി നമ്മൾ കണ്ടു. അവ ഓരോന്നിനെക്കുറിച്ച് നമുക്കൊന്നുകൂടി ചർച്ച ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഒരു സ്ഥാപനം സംഘടിപ്പിക്കേണ്ടതായിട്ടുള്ള ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് പുതിയ ഒരു പങ്കാളിയെ സ്ഥാപനത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഒരു പുതിയ പങ്കാളിയുടെ പ്രവേശനത്തിലൂടെ അവിടെ സ്ഥാപനത്തിൻ്റെ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു, പങ്കാളിത്ത സ്ഥാപനം പുനഃസംഘടിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തണം, പുതിയ കരാറുണ്ടാക്കണം. കാരണം പുതിയൊരാൾ കൂടെ ബിസിനസ്സിലേക്ക് വരികയാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എയും ബിയും പാർട്ട്നേഴ്സായിട്ടുള്ള ബിസിനസ്സിലേക്ക് സി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ട്ണർ ജോയിൻ ചെയ്യുന്നു. അവിടെ നമുക്കറിയാം ലാഭവിഹിതം തുടർന്ന് സിക്ക് കൂടെ നൽകേണ്ടി വരും. ഇപ്പം നിലവിലുണ്ടായിരുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തണം. അപ്പോൾ പല ക്ലോസുകളും പാർട്ട്ണർഷിപ്പ് ഡീഡിലുള്ള പല ക്ലോസുകളും മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ ഭേദഗതി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പുതിയ പാർട്ട്ണറെ കൂടി ഉൾപ്പെടുത്തി പുതിയ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ബേസിലായിരിക്കും അവിടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പുതിയ പങ്കാളിയുടെ പ്രവേശനം അല്ലെങ്കിൽ പുതിയതായിട്ടൊരു പാർട്ട്ണറെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിലൂടെ സ്ഥാപനം പുനഃസംഘടിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. പുതിയ ഒരു എഗ്രിമെൻ്റ് ബേസിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ എയും ബിയും നിലവിലുള്ള പാർട്ട്നേഴ്സ് ആയിരിക്കെ അവിടെ പുതിയ പാർട്ട്ണറായിട്ട് സിയെ ഉൾപ്പെടുത്തുന്നതാണ്. അവിടെ ബിസിനസ് അടച്ചുപൂട്ടിൻ്റെ ആവശ്യമില്ല. പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തതിൻ്റെ പേരിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നു. എന്നാൽ പങ്കാളിത്ത കരാറിൽ മാറ്റം വരുത്തണം. അവിടെ പുതിയ കരാർ നിലവിൽ വരണം. ആ പുതിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ വിൽ ലീഡ് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫോം. അപ്പോൾ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് സ്ഥാപനം പുനഃസംഘടിപ്പിക്കുന്ന രീതിയാണ്. ദെൻ ദ സെക്കൻഡ് കേസ് ഈസ് ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ലാഭ അനുപാതത്തിൽ മാറ്റം വരുത്തുകയാണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പാർട്ട്നേഴ്സ് തമ്മിൽ തീരുമാനിച്ചു മാറ്റുന്നു. നമുക്കറിയാം പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൃത്യമായിട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ആ ക്ലോസ് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമുക്കറിയാം ഈക്വൽ പാർട്ട്നേഴ്സായിട്ട് മാറും. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ഇവിടെ എയും ബിയും സി 3 പാർട്ട്നേഴ്സാണുള്ളത്. അവർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1 ആയിരുന്നു. അവർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഷെയർ ചെയ്തിരുന്ന റേഷ്യോ അവരുടെ ലാഭനഷ്ട അനുപാതം എന്ന് പറയുന്ന 3:2:1 ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ലാഭത്തിൻ്റെ 5/3 ഭാഗം എക്കും 5/2 ബിക്കും 6 ഭാഗം എന്ന് പറഞ്ഞാൽ പകുതി എക്ക് 6/3 ഭാഗമായിട്ടുള്ള പകുതി എക്കും 6/2 ബിക്കും 6/1 സിക്കും. ഈ രീതിയിൽ എയും ബിയും സിയും 3:2:1 അനുപാതത്തിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഈ വർഷം ആരംഭം മുതൽ ഫോർ എക്സാമ്പിൾ 1/4/2020 മുതൽ ഈക്വൽ പാർട്ട്നേഴ്സ് ആകാൻ അവർ തീരുമാനിക്കുന്നു. ഈക്വൽ പാർട്ട്നേഴ്സ് ആകാൻ എന്ന് പറഞ്ഞാൽ അവരുടെ റേഷ്യോ 1:1:1 തുല്യമായിട്ട് ലാഭനഷ്ടങ്ങൾ പങ്കിടാൻ തീരുമാനിക്കുന്നു. അപ്പം നിലവിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തി പുതിയൊരു അനുപാതത്തിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ തീരുമാനിക്കുന്ന സാഹചര്യം.
പാർട്ട്നേഴ്സ് ഒന്നും മാറുന്നില്ല. എന്നാൽ അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ മാത്രം മാറുന്നു. അതും എന്തിനു കാരണമാകുന്നു? സ്ഥാപനത്തിൻ്റെ പുനഃസംഘടനയ്ക്ക് കാരണമാകുന്നു. കാരണം പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ മാറ്റം വരുത്തണം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരുന്നത് 3:2:1 ആയിരുന്നു. അത് മാറ്റിയിട്ട് ഈക്വൽ പാർട്ട്നേഴ്സ് ആകുമ്പോൾ, അല്ലെങ്കിൽ ആ ക്ലോസ് എടുത്തു കളയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി തീരും? ഈക്വൽ പാർട്ട്നേഴ്സായി മാറും. അപ്പോൾ ഈക്വൽ പാർട്ട്നേഴ്സായി തീരാൻ തീരുമാനിച്ചത് മുതൽ അവിടെ എന്ത് ചെയ്യണം? പാർട്ട്ണർഷിപ്പിന് പുനഃസംഘടന നടക്കണം. So the change in the profit sharing ratio will also lead to reconstitution of a firm. കാരണം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മാറ്റം വരുത്തണം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുന്നത് കൊണ്ട്, അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മാറ്റം വരുത്തുന്നത് കൊണ്ട് അവിടെ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു, സ്ഥാപനത്തിൻ്റെ പുനഃസംഘടന നടക്കുന്നു. എപ്പോൾ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ മാറ്റം വരുന്നുവോ ആ സമയത്തൊക്കെ സ്ഥാപനത്തിന് പുനഃസംഘടന ആവശ്യമുണ്ട്. So the second situation which lead to reconstitution of a partnership firm is change in the profit sharing ratio. ലാഭ അനുപാതത്തിൽ മാറ്റം വരുത്തുന്നു. Then the third situation is retirement of a partner. ഒരു പങ്കാളിയുടെ വിരമിക്കൽ, സ്ഥാപനത്തിൽ നിന്നും വിരമിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിൽ നിന്നും അവിടെ എ റിട്ടയർ ചെയ്യാൻ തീരുമാനിക്കുന്നു. സേ ഫോർ എക്സാമ്പിൾ, ഹി ഡിസൈഡഡ് ടു ഗോ എബ്രോഡ്. വിദേശത്ത് പോകാൻ തീരുമാനിച്ചു. എ എന്ന് പറയുന്ന പാർട്ട്ണർ ബിസിനസ്സിൽ നിന്ന് വിരമിച്ച് വിദേശത്ത് പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നിന്നും എ വിട്ടുപോകുന്നു, അല്ലെങ്കിൽ അയാൾ വിരമിക്കുന്നു. അപ്പോൾ ഏത് ഡേറ്റ് വെച്ചാണോ അയാൾ വിരമിക്കുന്നത്, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നും ഒഴിവായി പോകുന്നത്, അവിടെ പുതിയ കരാർ നിലവിൽ വരും. കാരണം ബിയും സിയും മാത്രമേ പിന്നീട് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളൂ. അവർ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നു. കാരണം നമുക്കറിയാം, പാർട്ട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ 2 പാർട്ട്നേഴ്സ് മാത്രം മതി. മിനിമം 2 പാർട്ട്നേഴ്സ് വേണമെന്നേ ഉള്ളൂ. അവിടെ എയുടെ റിട്ടയർമെൻറ്റിന് ശേഷവും അവിടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം. ഇഫ് ബി ആൻഡ് സി സോ ഡിസൈഡഡ്, അവർ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നതിൽ തടസ്സമില്ല. സെയിം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അവിടെ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു പങ്കാളിയുടെ വിരമിക്കലും സ്ഥാപനത്തിൻ്റെ പുനഃസംഘടനയ്ക്ക് ഇടയാക്കുന്നു. ദാറ്റ് ഈസ് ദ തേർഡ് കേസ് or the third situation in which reconstitution usually take place. ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെ പുനഃസംഘടനയുടെ മൂന്നാമത്തെ മോഡാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ രീതിയാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ സാഹചര്യമാണ് ഒരു പങ്കാളിയുടെ വിരമിക്കൽ, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. Then the fourth mode of reconstitution of firm is death of a partner. ഒരു പങ്കാളിയുടെ മരണം. സേ ഫോർ എക്സാമ്പിൾ, എ ബി സി പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ബിസിനസ്സിൽ ബി പെട്ടെന്ന് മരണപ്പെടുന്നു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ബിസിനസ്, ദ അതർ 2 പാർട്ട്നേഴ്സ് എ ആൻഡ് സി മേ കണ്ടിന്യൂ ദ ബിസിനസ്, ബട്ട് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഷുഡ് ബി ചേഞ്ച്ഡ് ഓർ ഓൾട്ടേഡ്. കാരണം ഒരാൾ മരണപ്പെട്ടപ്പോൾ അയാൾ പാർട്ട്ണർ അല്ലാതായിത്തീരുന്നു. അയാളുടെ സേവനം ബിസിനസ്സിൽ ലഭിക്കുന്നില്ല. അയാൾ മരണപ്പെട്ടതോടുകൂടി സ്ഥാപനം പുനഃസംഘടിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. മറ്റു 2 പാർട്ട്നേഴ്സും ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുവെങ്കിൽ, അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ മരണമെന്ന് പറയുന്നത് സ്ഥാപനത്തിൻ്റെ പുനഃസംഘടനയ്ക്ക് മതിയായ ഒരു കാരണമാണ്. സോ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ഓൾസോ ലീഡ് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം. അപ്പോൾ പങ്കാളിയുടെ മരണശേഷം ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം. ഒരു ന്യൂ എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ പിൻബലത്തിൽ എന്താണ്, ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം വിത്ത് ദ സെയിം ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഇത്തരത്തിൽ 4 സിറ്റുവേഷൻസാണ് നമ്മൾ പ്രധാനമായിട്ടും തുടർന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു സ്ഥാപനം പുനഃസംഘടിപ്പിക്കേണ്ട 4 സാഹചര്യങ്ങൾ. These are the modes of reconstitution of a partnership firm.
ഒരു പങ്കാളിത്ത സ്ഥാപനം പുനഃസംഘടിപ്പിക്കുന്ന 4 സാഹചര്യങ്ങളാണ്, അല്ലെങ്കിൽ അവിടെ 4 രീതികളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. തുടർന്ന് നമ്മൾ ഇവയെ ഓരോന്നിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഈ പാഠത്തിൽ നമ്മൾ 2 കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറും ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലും. ദെൻ 4ാമത്തെ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ ആൻഡ് ഓൾസോ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. അപ്പോൾ തുടർന്നുള്ള 2 ചാപ്റ്ററുകളിലൂടെയാണ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ തുടർന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. പുതിയൊരു പാർട്ട്ണറെ സ്ഥാപനത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അക്കൗണ്ട് ബുക്സിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ നീക്കുപോക്കുകളാണ്, അല്ലെങ്കിൽ ക്രമീകരണങ്ങളാണ് ചെയ്യേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് ഈ പാഠത്തിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഒരു പാർട്ട്ണറിൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഒരു പുതിയ പങ്കാളിയുടെ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടി വരിക. സോ അബൌട്ട് ദ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, ഒരു പുതിയ പങ്കാളിയുടെ പ്രവേശനം. ഉദാഹരണമായിട്ട് നമ്മൾ കണ്ടു, എയും ബിയും പാർട്ട്ണർ ആയിരിക്കുന്ന ബിസിനസ്സിലേക്ക് സി എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണറെ ഉൾപ്പെടുത്തുന്നു. ദാറ്റ് ഈസ് ദ കേസ് ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. അപ്പോൾ പുതുതായിട്ട് വരുന്നൊരു പാർട്ട്ണർ, ഹി മേ ബി കോൾഡ് ആസ് ദ ന്യൂ പാർട്ട്ണർ, ആൻഡ് ദ അതർ പാർട്ട്നേഴ്സ് ഇൻ ദ ബിസിനസ് ആർ കോൾഡ് ദ ഓൾഡ് പാർട്ട്നേഴ്സ്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സും ന്യൂ പാർട്ട്നേഴ്സും, ന്യൂ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരുന്ന ഇൻകമിംഗ് പാർട്ട്ണർ, ഹി മേ ബി ഓൾസോ കോൾഡ് ഇൻകമിംഗ് പാർട്ട്ണർ, ദ ന്യൂ പാർട്ട്ണർ ഓർ ഇൻകമിംഗ് പാർട്ട്ണർ. ദെൻ നേരത്തെ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സ് ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ ദ ഓൾഡ് പാർട്ട്ണർ, ആ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ അവിടെ ഓൾഡ് പാർട്ട്ണർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. സോ ഇൻ ദാറ്റ് കേസ് വി നോ A and B are old partners and C is the new partner. When a firm requires additional capital or managerial help or both for the expansion of its business, a new partner may be admitted. പാർട്ട്ണർഷിപ്പിൽ പുതിയൊരു പങ്കാളി അഡ്മിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ വർഷത്തെ ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ ചെറുതായിട്ട് പ്രതിപാദിക്കുകയുണ്ടായി. എപ്പോഴാണ് ഒരു പുതിയ പാർട്ട്ണറെ സ്ഥാപനത്തിന് ഉൾപ്പെടുത്താൻ നിലവിലുള്ള പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ആ പഴയ പാർട്ട്നേഴ്സ് ആഗ്രഹിക്കുന്നത്? പ്രത്യേകിച്ചും അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യമുള്ളപ്പോൾ. നിലവിലുള്ള പാർട്ട്നേഴ്സിന് ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് കൂടുതൽ തുക കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതിനുവേണ്ടി ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുകയും അയാൾ കൊണ്ടുവരുന്ന മൂലധനം ഉപയോഗിച്ച് ബിസിനസ് എക്സ്പാൻഷൻ സാധ്യമാക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നിലവിലുള്ള പാർട്ട്നേഴ്സിന് ബിസിനസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ അഡീഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുള്ള തുകയുണ്ട്, എന്നാൽ ബിസിനസ് വിപുലീകരിക്കുമ്പോൾ മാനേജ് ചെയ്യാനുള്ള മാനേജീരിയൽ കപ്പാസിറ്റി അവർക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ബിസിനസ്സിനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ, അപ്പോൾ അത്തരത്തിൽ മാനേജറിയൽ ഹെൽപ്പിന് വേണ്ടിയിട്ടോ അഡീഷണൽ ക്യാപിറ്റലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് രണ്ടിനും വേണ്ടിയിട്ടോ അവിടെ പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാം. അതിലൂടെ ബിസിനസ്സിനെ നമുക്ക് വിപുലീകരിക്കാം, എക്സ്പാൻഡ് ചെയ്യാം. എ ന്യൂ പാർട്ട്ണർ ക്യാൻ ബി അഡ്മിറ്റഡ് ഇൻ ടു ദ ഫേം ഓൺലി വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയാണത്. പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും അനുമതിയോടുകൂടി മാത്രമേ പുതിയൊരു പാർട്ട്ണറെ ബിസിനസ്സിൽ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. ഏതെങ്കിലും ഒരു പാർട്ട്ണർ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്, പുതിയ പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് എടുക്കുന്നതിന് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ നോർമൽ കേസിൽ നമുക്കറിയാം ആ ഒരു പുതിയതായിട്ടൊരു പാർട്ട്ണറെ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും അനുമതിയോടുകൂടി മാത്രമേ ഒരു പുതിയ പാർട്ട്ണറെ ബിസിനസ്സിലെടുക്കാൻ പാടുള്ളൂ. എന്നാൽ അതിനെതിരെയുള്ള പ്രൊവിഷൻ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അങ്ങനെ എല്ലാവരുടെയും സമ്മതം ഇല്ലാതെ ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റെലവൻ്റ് ക്ലോസ് പാർട്ട്ണർഷിപ്പ് ഡീലിൽ ഉൾപ്പെടുത്തിയാൽ മതി. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എതിരായിട്ട് പറയാത്ത പക്ഷം നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമായിരിക്കും ബാധകമായിട്ടുള്ളത്. അതായത്
എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും സമ്മതമുണ്ടെങ്കിൽ മാത്രമേ പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എ ന്യൂ പാർട്ട്ണർ ക്യാൻ ബി അഡ്മിറ്റഡ് ഇൻ ടു ദ ഫേം ഓൺലി വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ അതർ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. With the admission of a new partner, the partnership firm is reconstituted and a new agreement is entered into to carry on the business of the firm. അപ്പോൾ പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്താൽ അവിടെ അതിലൂടെ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. ആ പങ്കാളിത്ത സ്ഥാപനത്തിന് പുനഃസംഘടന അവിടെ നടക്കുന്നു. പഴയ എഗ്രിമെൻ്റ് അവിടെ റദ്ദാക്കപ്പെടുന്നു. ഓൾഡ് എഗ്രിമെൻറ്റ് ഈസ് ക്യാൻസൽഡ് ആൻഡ് എ ന്യൂ എഗ്രിമെൻറ്റ് കം ഇൻ ടു ഫോഴ്സ്. പുതിയ എഗ്രിമെൻറ്റ് പുതിയ വ്യവസ്ഥകളോടുകൂടി, ആ പുതിയ പാർട്ട്ണറെ കൂടെ ഉൾപ്പെടുത്തിയ പുതിയ വ്യവസ്ഥകളോട് കൂടിയിട്ട് എന്താണ്, ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് ഡീഡ് നിലവിൽ വരുന്നു. ബിസിനസ് പഴയതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നു. ചിലപ്പോൾ പബ്ലിക് ആ കാര്യം അറിയുന്നുണ്ടാവില്ല. സ്ഥാപനത്തിൻ്റെ പുനഃസംഘടന കേവലം ആഭ്യന്തരമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു അഫെയർ മാത്രമാണ്. പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ പുതിയ എഗ്രിമെൻ്റ് വരികയും പഴയ എഗ്രിമെൻ്റ് അപ്പോൾ ക്യാൻസൽ ആകുകയും ചെയ്യുന്നു. ബട്ട് ദ ബിസിനസ് വിൽ കണ്ടിന്യൂ. അപ്പോൾ സ്ഥാപനം പുനഃസംഘടിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്, സ്ഥാപനം അടച്ചുപൂട്ടപ്പെടുന്നില്ല. അതുകൊണ്ട് സെയിം സെറ്റ് ഓഫ് ബുക്സിലൂടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്കറിയാം, ഇത്തരം സാഹചര്യങ്ങളിൽ പുതിയ പാർട്ട്ണർക്ക് ചില അവകാശങ്ങൾ സ്ഥാപനത്തിൽ കിട്ടാറുണ്ട്. വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് എ ന്യൂ പാർട്ട്ണർ? ഒരു പുതിയ പങ്കാളിക്ക് സ്ഥാപനത്തിൽ നിന്നും 2 പ്രധാന അവകാശങ്ങളാണ് ലഭിക്കുന്നത്. വാട്ട് ആർ ദ 2 റൈറ്റ്സ് ഒബ്റ്റൈൻഡ് ബൈ എ ന്യൂ പാർട്ട്ണർ ഫ്രം ദ ഫേം? ഒരു പുതിയ പങ്കാളിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിൽ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു പാർട്ട്ണർക്ക് ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന 2 റൈറ്റ്സ്, അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ്ലി, റൈറ്റ് ടു ഷെയർ അസറ്റ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഫേം. സ്ഥാപനത്തിൻ്റെ അസറ്റിലുള്ളൊരു ഷെയർ ലഭിക്കുന്നു. ബിസിനസ്സിൻ്റെ എല്ലാ സ്വത്തുവകകളിലും ഷെയർ ലഭിക്കുന്നു. അതാണ് ഒന്നാമത്തെ അവകാശം. റൈറ്റ് ടു ഷെയർ ദ അസറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. പങ്കാളിത്ത സ്ഥാപനത്തിലെ ആസ്തികളുടെ പങ്ക് ലഭിക്കുന്നു. അതാണ് ഒന്നാമത്തെ അവകാശം. രണ്ടാമത്തെ അവകാശമാകട്ടെ റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. ഫ്യൂച്ചർ പ്രോഫിറ്റിലൊരു ഷെയർ ലഭിക്കുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള ലാഭത്തിൽ ഒരു ഓഹരി ആർക്ക് ലഭിക്കുന്നു? പുതിയ പങ്കാളിക്കൂടെ ലഭിക്കുന്നു. പങ്കാളിത്ത സ്ഥാപനത്തിന് ഭാവി ലാഭത്തിൽ പങ്ക് ലഭിക്കാനുള്ള അവകാശമാണ് രണ്ടാമത്തെ അവകാശം. സോ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ദ ന്യൂ പാർട്ട്ണർ എൻജോയ്സ് 2 റൈറ്റ്സ്. 2 അവകാശങ്ങൾ പുതിയ പങ്കാളിക്ക് ലഭിക്കുന്നു. ഫസ്റ്റ്ലി, റൈറ്റ് ടു ഷെയർ ദ അസറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, അസറ്റിലുള്ള അവകാശം. സെക്കൻഡ്ലി, റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, ലാഭത്തിലുള്ള പങ്കാളിത്തം. ഈ 2 അവകാശങ്ങളാണ് പുതിയൊരു പങ്കാളിക്ക് സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഈ അവകാശങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുമോ? ആ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എന്താണ്, ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ പ്രതിഫലം പുതിയ പാർട്ട്ണർക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വത്തിൽ അവകാശം ലഭിക്കുന്നു. ബിസിനസ്സിന് ഉള്ള എല്ലാ സ്വത്തിലും അവകാശം ആർക്കൂടെ ലഭിക്കുന്നു? പുതിയ പാർട്ട്ണർക്ക് കൂടെ ലഭിക്കുന്നു. ഫ്രീ ആയിട്ട് കിട്ടില്ല. എന്ത് കൊണ്ടുവരണം അയാൾ? അതിനുവേണ്ടി അയാൾ ക്യാപിറ്റലായിട്ടൊരു തുക കൊണ്ടുവരണം. അയാളുടെ ഷെയർ ഓഫ് അസറ്റിന് ആനുപാതികമായിട്ടൊരു ക്യാപിറ്റലാണ് അയാൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ പാർട്ട്ണറായി തീരുമ്പോൾ സ്വത്തുവകകളിൽ പങ്കാളിത്തം കിട്ടുന്നു, അല്ലെങ്കിൽ അസറ്റ്സിൻ്റെ ഷെയർ കിട്ടുന്നു. അതുകൊണ്ട് അയാൾ എന്ത് കൊണ്ടുവരണം? ഒരു തുക ക്യാപിറ്റലായിട്ട് കൊണ്ടുവരണം. അവർ നിശ്ചയിക്കുന്ന മൂലധന തുക ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. ഹി ഷുഡ് ബ്രോട്ട് ഇൻ സെർട്ടൻ എമൗണ്ട് ആസ് ക്യാപിറ്റൽ. അപ്പോൾ ആ സ്വത്തിൻ്റെ മൂല്യത്തിനനുസരിച്ചൊരു തുക മൂലധനമായിട്ട്, ക്യാപിറ്റലായിട്ട് ബിസിനസ്സിലേക്ക് ന്യൂ പാർട്ട്ണർ കൊണ്ടുവരണം. എന്നാൽ ലാഭവിഹിതം കിട്ടുന്നതിന് വേണ്ടിയിട്ടോ, അസറ്റിൽ ഷെയർ കിട്ടുന്നതിന് വേണ്ടി ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റിൻ്റെ വിഹിതം കിട്ടുന്നതിന്, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ പങ്കാളിത്തം ലഭിക്കുന്നതിന് എന്താ കൊണ്ടുവരേണ്ടത്? കാരണം ബിസിനസ്സിന് ലാഭം കിട്ടുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ലാഭകരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ, അല്ലെങ്കിൽ നിലവിലുള്ള പാർട്ട്നേഴ്സ്, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ
ശ്രമഫലമായിട്ടാണ് അല്ലെങ്കിൽ അവരുടെ എഫേർട്ടിലൂടെയാണ് ബിസിനസ് ലാഭകരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാഭകരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആണെങ്കിൽ അവിടെ തുടർന്ന് ലാഭത്തിൽ പങ്കാളിത്തം ലഭിക്കുന്നതിന് വേണ്ടി പുതിയ പാർട്ട്ണർ എന്ത് കൊണ്ടുവരണം? ഒരധിക തുക കൊണ്ടുവരണം. ക്യാപിറ്റൽ മാത്രം കൊണ്ടുവന്നാൽ പോരാ, ഒരധിക തുക കൊണ്ടുവരണം. കാരണം ബിസിനസ്സിന് സൽപ്പേരുള്ളത് കൊണ്ട് നല്ല ലാഭം ലഭിക്കുന്നു. അതുകൊണ്ട് ആ ലാഭത്തിൽ പങ്കാളിത്തം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പുതിയ പാർട്ട്ണർ ഒരധിക തുക കൊണ്ടുവരണം. അതിനാണ് സൽപ്പേര്, ഗുഡ്വിൽ ഉള്ളത് കൊണ്ടാണ് ലാഭം ലഭിക്കുന്നത്. അപ്പോൾ അവിടെ പുതിയ പാർട്ട്ണർ മൂലധന തുകയ്ക്കൊപ്പം തന്നെ ഒരധിക തുക എന്തായിട്ട് കൊണ്ടുവരണം? അതായത് ഗുഡ്വില്ലായിട്ട്, തൻ്റെ ഷെയർ ഓഫ് ഗുഡ്വില്ലായിട്ട്. അതിനാണ് പ്രീമിയം എന്ന് പറയുന്നത്. പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം അതിനെക്കുറിച്ച്. പ്രീമിയം എന്ന് പറയുന്നത് പണമായിട്ട് ഗുഡ്വിൽ കൊണ്ടുവരുന്നു. അവിടെ പ്രോഫിറ്റിൻ്റെ ഷെയർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ പാർട്ട്ണർ തൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ കൊണ്ടുവരണം. അത് ആർക്ക് അവകാശപ്പെട്ടതാണ്? കാരണം ബിസിനസ്സിന് ലാഭം എന്ന് പറയുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ എഫേർട്ടിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്. അവരുടെ അധ്വാനത്തിലൂടെയാണ് ബിസിനസ് ലാഭം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊണ്ടുവരുന്ന തുക ആർക്ക് ലഭിക്കണം? അവിടെ ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യണം. നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് കാണാം. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു, അതായത് പുതിയ പാർട്ട്ണർക്ക് അവകാശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റലായിട്ടും ഗുഡ്വിൽ ഓഹരിയായിട്ടും തുക കൊണ്ടുവരണം. അങ്ങനെ ഒത്തിരി അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മുടെ പുതിയ പാർട്ട്ണറുടെ അഡ്മിഷൻ്റെ സമയത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓൺ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണറുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ നീക്കുപോക്കുകളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓർ ദ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓൺ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. പുതിയ പങ്കാളിയുടെ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അക്കൗണ്ടിങ് ക്രമീകരണങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ചെയ്യേണ്ടത്. 6 പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 1 by 1 ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഏതൊക്കെയാണ് 6 അഡ്ജസ്റ്റ്മെൻറ്റ്സ് അഡ്മിഷൻ്റെ സമയത്ത് പുതിയൊരു പാർട്ട്ണറെ ബിസിനസ്സിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നടത്തേണ്ട ക്രമീകരണങ്ങൾ, 6 പ്രധാനപ്പെട്ട ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ നീക്കുപോക്കുകൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ചെയ്യേണ്ടത്. കണക്ക് ബുക്കുകളിൽ 6 പ്രധാനപ്പെട്ട ക്രമീകരണം പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാണ് അവയെന്ന് നോക്കാം. ആദ്യമായിട്ട് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ കാൽക്കുലേഷനാണ്. കാരണം പുതിയൊരു പാർട്ട്ണറൂടെ വരുമ്പോൾ അയാൾക്കൂടെ എന്ത് ചെയ്യണം? ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുക്കണം. അപ്പോൾ അവിടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കണം. സെക്കൻഡ്ലി സാക്രിഫൈസിങ് റേഷ്യോയും നിർണ്ണയിക്കേണ്ടതുണ്ട്. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയാൻ ത്യാഗ അനുപാതമാണ്. നമുക്കറിയാം പുതിയ പാർട്ട്ണർക്ക് അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ സാക്രിഫൈസിലൂടെയാണ്. അല്ലെ, ഓൾഡ് പാർട്ട്നേഴ്സ് വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ പുതിയ പാർട്ട്ണർക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് ലഭിക്കുകയുള്ളൂ. കാരണം ഇത്രയും കാലം ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമായിട്ടായിരുന്നു പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അയാൾക്കും എന്ത് ചെയ്യണം? പ്രോഫിറ്റിൻ്റെ ഷെയർ കൊടുക്കേണ്ടിയിരിക്കുന്നു. അതെങ്ങനെയാണ് കൊടുക്കുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സ് വിട്ടുകൊടുക്കുന്നു. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ സാക്രിഫൈസിലൂടെ അല്ലെങ്കിൽ അവരുടെ ത്യാഗത്തിലൂടെ അല്ലെങ്കിൽ അവരവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ത്യജിക്കുന്നു അല്ലെങ്കിൽ അവർ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ അവിടെ ആ ത്യാഗ അനുപാതം അല്ലെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ തേർഡില് വാല്യുവേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ. അപ്പോൾ നമ്മൾ കാണുകയുണ്ടായി പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചർ പ്രോഫിറ്റിൽ അയാൾക്ക് ഷെയർ കിട്ടുന്നത് കൊണ്ട് ഗുഡ്വില്ലായിട്ടൊരു തുക ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. അത് പഴയ പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്തെടുക്കാം, ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്തെടുക്കാമെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിൽ ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ബിസിനസ്സിൻ്റെ സൽപ്പേര് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം ഗുഡ്വിൽ ഈസ് ആൻ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്. ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. ഒരു ഇൻറ്റാഞ്ചിബിൾ അസറ്റാണ്, അദൃശ്യ ആസ്തിയാണ്, കാണാൻ പറ്റാത്തതാണ്. അപ്പോൾ പിന്നെ എങ്ങനെ അതിനെ വാല്യൂ ചെയ്യും? കാണാൻ പറ്റാത്ത ഒരു വസ്തുവിന് വിലയിടുക
ഇൻറ്റാഞ്ചിബിൾ അസറ്റിൻ്റെ വാല്യുവേഷൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമുക്ക് അളന്നു നോക്കാനോ തിട്ടപ്പെടുത്താനോ കഴിയാത്തതാണ്. അങ്ങനെ ഫിസിക്കലായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്, മെഷർ ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ഗുഡ്വില്ലിൻ്റെ വാല്യുവേഷൻ നടത്തേണ്ടതുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തുടർന്ന് കാണുന്നുണ്ട്. അപ്പോൾ വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ നടത്തണം. ദെൻ ആ ഗുഡ്വിൽ എന്ത് ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം എല്ലാ അവസരങ്ങളിലും പണമായിട്ട് ഗുഡ്വിൽ കൊണ്ടുവരണമെന്നില്ല. അപ്പോൾ പണമായിട്ടല്ല ഗുഡ്വിൽ കൊണ്ടുവരുന്നതെങ്കിൽ ചിലപ്പോൾ പ്രോപ്പർട്ടീസായിട്ട് കൊണ്ടുവരാം. ചിലപ്പോൾ പുതിയ പാർട്ട്ണർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല. അത്തരം വ്യത്യസ്ത സാഹചര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. സോ തേർഡ്ലി അബൌട്ട് വാല്യുവേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ. ഗുഡ്വില്ലിൻ്റെ വാല്യുവേഷനും അഡ്ജസ്റ്റ്മെൻറ്റുമാണ് മൂന്നാമത്തെ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്. പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോഴുള്ള അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ നാലാമത്തതാണ് റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീ അസസ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ്. ആസ്തികളുടെയൊക്കെ വില പുതുക്കി നിശ്ചയിക്കണം. റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ഓൾസോ റീ അസസ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ്. ബാധ്യതകളും പുനർനിർണ്ണയിക്കണം. അപ്പോൾ അസറ്റിൻ്റെ പുനർമൂല്യനിർണ്ണയം നടത്തണം. കാരണം അസറ്റൊക്കെ പലപ്പോഴും എന്താണ് ബുക്കിലുള്ള വില എന്ന് പറയുന്നത് അത് വാങ്ങിയ സമയത്തുള്ള അതിൻ്റെ കോസ്റ്റ് പ്രൈസിലായിരിക്കും. അത് വാങ്ങിയ സമയത്തുള്ള കോസ്റ്റ് പ്രൈസിലായിരിക്കും പലപ്പോഴും നമ്മൾ അസറ്റ് ബാലൻസ് ഷീറ്റിൽ കാണുക, അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണുക. അപ്പോൾ യഥാർത്ഥ വില ആയിരിക്കണമെന്നില്ല അത്. സേ ഫോർ എക്സാമ്പിൾ ലാൻഡ് 10 വർഷം മുന്നെയാണ് ബിസിനസ് ആരംഭിച്ചത്. അന്ന് ലാൻഡ് 5 lakh റുപ്പീസിന് വാങ്ങിയതാണ്. ഇന്നപ്പോൾ അതിന് വില കൂടിയിട്ടുണ്ടാവാം. ചിലപ്പോൾ അത് 10 lakhs ആയിട്ട് മാറിയിട്ടുണ്ടാവാം. അപ്പോൾ ആ പുതുക്കിയ വില കണക്കിലെടുത്തില്ലെങ്കിൽ 5 ലക്ഷത്തിന് വളരെ കൂടുതൽ മൂല്യമുള്ള ആ ഒരു സ്വത്ത് ആർക്ക് കിട്ടും? പുതിയ പാർട്ട്ണർക്ക് കിട്ടും. അത് പഴയ പാർട്ട്നേഴ്സിന് നഷ്ടമാണല്ലേ. കാരണം 10 വർഷം മുന്നേ 5 ലക്ഷം മുടക്കി വാങ്ങിയതാണ്. ഇപ്പോൾ അതിന് 5 ലക്ഷത്തിൻ്റെ ഓഹരി മാത്രമേ പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്നുള്ളെങ്കിൽ അവിടെ പഴയ പാർട്ട്നേഴ്സിന് അത് യഥാർത്ഥത്തിൽ നഷ്ടം വരും. അപ്പോൾ അതിൻ്റെ വില പുതുക്കി നിശ്ചയിക്കണം. 10 വർഷം കൊണ്ട് ഇരട്ടി വിലയായിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം കണക്കിലെടുക്കണം. ആ 10 ലക്ഷം അധികം കിട്ടിയ പൈസ, അല്ലെങ്കിൽ കണക്കിൽ വന്ന അധികം പൈസ അവിടെ റീവാലുവേഷൻ്റെ പ്രോഫിറ്റാണ്. അത് ആർക്ക് വീതിച്ചെടുക്കാം? ഓൾ ടു പാർട്ട്നേഴ്സിന് വീതിച്ചെടുക്കാം. അതുപോലെ അസറ്റിൻ്റെ വില ചിലപ്പോൾ കുറഞ്ഞു പോയേക്കാം. മിഷനറി 1 lakh റുപ്പീസിൻ്റെ മിഷനറിയാണ് നമ്മൾ വാങ്ങിയത്. ആ 1 lakh റുപ്പീസിൻ്റെ മിഷനറി നമ്മൾ വാങ്ങിയത് ചിലപ്പോൾ ഡിപ്രീസിയേഷൻ സംഭവിച്ച് ഇപ്പോൾ വളരെ മൂല്യം കുറഞ്ഞിട്ടുണ്ടാവും. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ വേണ്ട വിധം ഡിപ്രീസിയേഷൻ കണക്കിലെടുത്തിട്ടില്ല എങ്കിൽ അവിടെ അസറ്റിൻ്റെ വില ബുക്കിൽ അല്ലെ ബാലൻസ് ഷീറ്റിൽ കൂടിയിരിക്കും. അപ്പോൾ അസറ്റുകൾ എന്ത് ചെയ്യണം? വില പുതുക്കി നിശ്ചയിക്കണം. കൂടിയ വിലയുണ്ടെങ്കിൽ അത് കണക്കിലെടുക്കണം. അല്ലെങ്കിൽ വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും അസറ്റിന് വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണക്കിലെടുക്കണം. അതുപോലെ തന്നെ ബാധ്യതകളുടെയും റീ അസസ്മെൻറ്റ് തുക പുതുക്കി നിശ്ചയിക്കണം. അതിലൂടെയുള്ള ലാഭനഷ്ടങ്ങൾ വീതിക്കണം. ഓൾ ടു പാർട്ട്നേഴ്സ് ആ ലാഭനഷ്ടങ്ങൾ വീതിക്കണം. ദെൻ 5ാമത്തെ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെ റിസർവ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ചിലപ്പോൾ അക്യുമുലേറ്റഡ് ലോസും വരാം. മുൻകാല ലാഭമോ നഷ്ടമോ വീതിക്കാതെ ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം റിസർവ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ കാല ലാഭമാണ്. അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള പ്രോഫിറ്റാണത്. അതിൽ ആർക്ക് ഷെയർ കൊടുക്കേണ്ടതില്ല, പുതിയ പാർട്ട്ണർക്ക് ഷെയർ കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റോ റിസർവോ ഉണ്ടെങ്കിൽ പഴയ പാർട്ട്നേഴ്സ് അത് വീതിച്ചെടുക്കും. കാരണം അവർക്ക് മാത്രം അവകാശപ്പെട്ടതാ. അതിൽ ആർക്ക് ഷെയർ കൊടുക്കണ്ട, പുതിയ പാർട്ട്ണർക്ക് കൊടുക്കണ്ട. അതുകൊണ്ട് പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റോ റിസർവോ ഉണ്ടെങ്കിൽ അത് ആര് വീതിച്ചെടുക്കും? പഴയ പാർട്ട്നേഴ്സ് അവരുടെ പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചെടുക്കും. അക്യുമുലേറ്റഡ് ലോസ് ആണെങ്കിലും അതുപോലെ റൈറ്റ് ഓഫ് ചെയ്യണം. അത് ഓൾ ടു പാർട്ട്നേഴ്സിന് ഡെബിറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് റൈറ്റ് ഓഫ് ചെയ്യണം. ദെൻ ലാസ്റ്റ്ലി അബൌട്ട് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽസ്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ക്രമീകരിക്കുക. പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് അനുസരണമായിട്ട് ഓൾ ടു പാർട്ട്നേഴ്സിന് വേണമെങ്കിൽ അവരുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാം.
അല്ലെങ്കിൽ പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റലിന് അനുസരണമായിട്ട് പഴയ പാർട്ട്നേഴ്സിന് അവരുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത്തരം ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ പാർട്ട്നേഴ്സ് തമ്മിൽ ധാരണയായേക്കാം. അങ്ങനെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ചിലപ്പോൾ ചില പാർട്ട്നേഴ്സിന് അധികം മൂലധനമുണ്ടെങ്കിൽ അത് പിൻവലിക്കാം. അതാണ് നമ്മൾ നേരത്തെ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ച വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ എന്നവിടെ ചർച്ച ചെയ്തത്. വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ അധികമുള്ള മൂലധനം എന്താണ്? പിൻവലിക്കാം. വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ. അല്ലെങ്കിൽ ഷോർട്ടേജ് ആണുള്ളതെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ അയാൾ കൊണ്ടുവരണം. ആ രീതിയിൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് അനുസരണമായിട്ട് അവിടെ ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റൽ വേണമെങ്കിൽ ക്രമീകരിക്കാം. അതിനാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എന്നിവിടെ പറയുന്നത്. ഇങ്ങനെ 6 പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ നമുക്ക് അതൊന്ന് റിവൈസ് ചെയ്യാം. പുതിയ പങ്കാളിയുടെ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അക്കൗണ്ടിങ് ക്രമീകരണങ്ങളാണ്? 6 പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് ക്രമീകരണങ്ങളാണ് അവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് പുതിയ ലാഭ അനുപാതം കണ്ടുപിടിക്കണം. രണ്ടാമതായിട്ട് ത്യാഗ അനുപാതം നിർണ്ണയിക്കലാണ്. മൂന്നാമതായിട്ട് സൽപ്പേർ ഗുഡ്വില്ലിൻ്റെ മൂല്യനിർണ്ണയനവും ക്രമീകരണവും. നാലാമതായിട്ട് ആസ്തി ബാധ്യതകളുടെ പുനർമൂല്യനിർണ്ണയം, റീവാലുവേഷൻ നടത്തണം, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ദെൻ അഞ്ചാമതായിട്ട് സഞ്ചിത ലാഭം, അതായത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, ചിലപ്പോൾ ലോസും ഉണ്ടാവാം, അല്ലെങ്കിൽ കരുതൽ ശേഖരം റിസർവ് എന്നിവയുടെ ഡിസ്ട്രിബ്യൂഷൻ വിതരണം, അത് പഴയ പാർട്ട്നേഴ്സിന് മാത്രമായിട്ട് വിധിച്ചു കൊടുക്കണം. ദെൻ അവസാനമായിട്ട് പങ്കാളികളുടെ മൂലധന ക്രമീകരണം. ഇങ്ങനെ 6 പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ചെയ്യേണ്ടത്. ഈ 6 ക്രമീകരണങ്ങളുമാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തുടർന്നുള്ള വീഡിയോസിൽ കാണുന്നത്. ഈ 6 ക്രമീകരണങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നു. അടുത്തൊരു വീഡിയോ മുതൽ നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചർച്ച ചെയ്യാം. വ്യത്യസ്ത വീഡിയോസിലായിട്ട് ഈ പ്രധാനപ്പെട്ട 6 അഡ്ജസ്റ്റ്മെൻറ്റ്സും എങ്ങനെ ഈ 6 ക്രമീകരണങ്ങൾ എങ്ങനെ നടത്തുന്നുവെന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ അല്ലെങ്കിൽ പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിംഗ് ക്രമീകരണങ്ങൾ നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു. സോ താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.